പ്രേക്ഷകരെ, ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കടൽമണലും ധാതുസമ്പത്തും ഖനനം ചെയ്യാൻ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അനുവാദം നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ കേരളത്തിൽ ഇന്ന് തീരദേശ ഹർത്താൽ. മറ്റെന്തിനേക്കാളും ആദ്യം പറഞ്ഞു പഠിപ്പിക്കേണ്ടത് മാനവികതയെക്കുറിച്ചാണെന്ന് ഷാഫി പറമ്പിൽ MP. വടകര റെയിൽവേ സ്റ്റേഷൻ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ചുമർ ചിത്രങ്ങൾ ഒരുങ്ങുന്നു. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാറിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. വട്ടോളിയിലെ കുഞ്ഞിപ്പറമ്പത്ത് സുരേഷാണ് മരിച്ചത്. ലഹരിക്കും അതിക്രമങ്ങൾക്കുമെതിരെ നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡുകളിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. വാർത്തകൾ വിശദമായി. കടൽമണലും ധാതുസമ്പത്തും ഖനനം ചെയ്യാൻ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അനുവാദം നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ കേരളത്തിൽ തീരദേശ ഹർത്താൽ ആരംഭിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തകർക്കുന്ന കടൽ ഖനനം അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. തീരദേശ ഹർത്താലിന് മുന്നോടിയായി ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചോമ്പാല ഹാർബറിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. അരവിന്ദാക്ഷൻ മാടാക്കര അധ്യക്ഷത വഹിച്ചു. വിളംബര ജാഥയിൽ P. അശോകൻ, AT. ശ്രീധരൻ, സുനീഷ് മടപ്പള്ളി, ഷംസീർ ചോമ്പാല, അലി എരിക്കീൽ, UV വിനോദൻ എന്നിവർ സംസാരിച്ചു. മറ്റെന്തിനേക്കാളും ആദ്യം പറഞ്ഞു പഠിപ്പിക്കേണ്ടത് മാനവികതയെക്കുറിച്ചാണെന്ന് ഷാഫി പറമ്പിൽ MP. ഇല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകുമെന്നും അത്തരത്തിലുള്ള വാർത്തകളാണ് ദിവസേന വന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടേഴ്സ് അക്കാദമിയുടെ കേരളത്തിലെ 4ാമത് ബ്രാഞ്ച് കുറ്റ്യാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ MP. വിദ്യാർത്ഥികളുടെ നല്ല സ്വപ്നങ്ങളെയും ആശയങ്ങളെയും പരിപോഷിപ്പിക്കാനും ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും മികച്ച പരിശീലനങ്ങളിലൂടെ സാധിക്കുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. നമ്മുടെ സ്വപ്നങ്ങൾക്കും ചിന്തകൾക്കും ആശയങ്ങൾക്കും കഴിവിനും സേവനങ്ങൾക്കുമെല്ലാം യാഥാർത്ഥ്യ രൂപം നൽകാൻ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ലഭ്യമായ കാലമാണിത്. ഇന്ന് ഏത് ഗ്രാമത്തിലും നഗരത്തിലുമാണെങ്കിലും ആളുകൾക്ക് അവരുടെ മികവുകൾ പുറത്തെടുക്കാൻ ഒരു പ്രയാസവുമില്ല. നല്ല കഴിവ്, ആശയങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ എല്ലാം ഇന്ന് അംഗീകരിക്കപ്പെടും. നമ്മൾക്ക് അവയോട് എത്ര താല്പര്യമുണ്ട് എന്നതാണ് പ്രധാന ഘടകം. നമുക്ക് പിന്തുണ നൽകാൻ മികച്ച പരിശീലകർ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. അത്തരം പരിശീലന സ്ഥാപനങ്ങൾ നാടിന് മുതൽക്കൂട്ടാകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ആശ്രയ വുമൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി മാഹിയുടെ നേതൃത്വത്തിലാണ് 15ഓളം ചിത്രകലാകാരന്മാർ വടകര റെയിൽവേ സ്റ്റേഷനിൽ ചുമർ ചിത്രങ്ങൾ ഒരുക്കുന്നത്. കേരളത്തിന്റെ തനത് പ്രതിബിംബങ്ങൾ, വടക്കൻ പാട്ടുകളിലെ രംഗങ്ങൾ, കളരി, തെയ്യങ്ങൾ, കഥകളി തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ടാണ് ചുമർ ചിത്രങ്ങൾ തയ്യാറാക്കുന്നത്. ശീതീകരണ മുറിയിലും വിശ്രമ മുറിയിലും പ്രവേശന കവാടങ്ങളിലുമാണ് ചായക്കൂട്ടുകൾ കൊണ്ട് ചിത്രങ്ങൾ വരച്ചിടുന്നത്. 5 വർഷത്തെ പരിപാലന ഉറപ്പോടുകൂടിയാണ് കേരളീയ ചുമർ ചിത്ര രചനാ ശൈലിയിൽ ചിത്രം വരക്കുന്നത്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ മധ്യവയസ്കൻ കാറിടിച്ചു മരിച്ചു. ചൊവ്വാഴ്ച രാത്രി 11:30 കുറ്റ്യാടി വടകര സംസ്ഥാന പാതയിൽ വട്ടോളി സ്കൂളിന് സമീപമാണ് അപകടം. നാദാപുരം ഭാഗത്തു നിന്ന് വന്ന കാറാണ് ഇടിച്ചത്. കുറ്റ്യാടി ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇരിങ്ങണ്ണൂർ സ്വദേശി യാസറാണ് കാർ ഓടിച്ചത്. ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ പിന്നീട് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. പരേതനായ ബാലനാണ് അച്ഛൻ. അമ്മ ജാനകി, ഭാര്യ ബീന, മക്കൾ ഋതുകൃഷ്ണ, യദുകൃഷ്ണ, സഹോദരങ്ങൾ സുധീഷ്, സുനിത, പരേതനായ സതീശൻ. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾക്കുമെതിരെ നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡുകളിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. പ്രവർത്തനം ശക്തിപ്പെടുത്താനായി വാർഡ് മെമ്പർമാർ ചെയർമാനായും അങ്കണവാടി വർക്കർമാർ കൺവീനറുമായുള്ള സമിതിയിൽ ജനമൈത്രി പോലീസും എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരും പങ്കാളികളാകും. വാർഡിലെ ജാഗ്രതാ സമിതി ഭാരവാഹികൾക്കായി സംഘടിപ്പിച്ച ശില്പശാല നാദാപുരം DYSP AP ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനും അവ കണ്ടെത്തിയാൽ പരിഹരിക്കാനും നിയമസഹായം ഉറപ്പിക്കാനും വാർഡ് തലത്തിൽ ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. എല്ലാ അങ്കണവാടിയിലും പ്രധാന പൊതു ഇടങ്ങളിലും പരാതിപ്പെട്ടി ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ
കൈപ്പുസ്തകം ഡിവൈഎസ്പി വൈസ് പ്രസിഡന്റ് അഖില മര്യാദയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. കില ഫാക്കൽറ്റി അംഗം ജസ്ലീന അമീർ, ജനമൈത്രി പോലീസ് കെ ബിജു എന്നിവർ ക്ലാസ് എടുത്തു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ CK നാസർ, ജനീത ഫിർദൌസ്, മെമ്പർമാരായ PP ബാലകൃഷ്ണൻ, അബ്ബാസ് കണേക്കൽ, ICDS സൂപ്പർവൈസർ നിഷ, CWF പ്രിൻസിയ ബാനു തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ വാർത്താ പകൽ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.